നമസ്കാരം. ഞാൻ ഡോക്ടർ റോഷ്ന. നമ്മൾ മിക്ക രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം എന്താണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നല്ല ഉറക്കക്കുറവായിരിക്കും. അപ്പോൾ സ്ഥിരമായിട്ട് ഡോക്ടേഴ്സ് പറയാറുണ്ട് ഉറങ്ങണം എന്നുള്ളത്. എത്ര നേരം ഉറങ്ങണം ഓരോ വ്യക്തികളും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഓരോ വ്യക്തികളും അതായത് ജനിച്ചപ്പോൾ തൊട്ടിട്ട് നമ്മൾ വലിയ വയസ്സായിട്ടുള്ള അഡൽറ്റ് ആവുന്നത് വരെ ഓരോ ആൾക്കാർക്കും വേണ്ട ഉറക്കം ആയിട്ടാണ് ഉള്ളത്. അതായത് തീരെ ജനിച്ച കുട്ടികൾ ചെറിയ കുട്ടികൾ ഒരു 16 മണിക്കൂർ വരെ ഉറങ്ങണം. അതിനുശേഷം പ്രായമുള്ള കുട്ടികൾ അതിൽ നിന്നിങ്ങനെ കുറേശ്ശെ കുറഞ്ഞ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ എങ്ങനെയായാലും ഒരു 10 മണിക്കൂർ ഒക്കെ ഉറങ്ങണം. ടീനേജിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 8 മണിക്കൂറോ 9 മണിക്കൂറോ 8 മണിക്കൂർ എങ്ങനെയായാലും അവർക്ക് ഉറങ്ങുന്നതായിരിക്കും നല്ലത്. ഇനി കുറച്ചും കൂടി പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായാലും ഒരു 7 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങിയിരിക്കണം. ഇനി ഇത് ഞാൻ ഒരു നോർമലായിട്ടുള്ളൊരു കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. ആയുർവേദ പ്രകാരം നമുക്ക് ഓരോ ആൾക്കാരും വ്യത്യസ്തമായിട്ടുള്ള പ്രകൃതിയുള്ള ആൾക്കാരാണ്. അപ്പോൾ വാതപ്രകൃതിയുള്ള ആൾക്കാർക്ക് പൊതുവേ ഇത്ര തന്നെ ഉറങ്ങണമെന്നുണ്ടാവില്ല. അവർ നല്ല ഉഷാറായിട്ട് എണീറ്റ് നടക്കും. പക്ഷെ പിത്തപ്രകൃതിയുള്ള ആൾക്കാർക്കും ഇതുപോലെയൊക്കെ തന്നെ കുറേയൊക്കെ. പക്ഷെ കഫപ്രകൃതിയുള്ള ആൾക്കാർക്ക് അവർക്കും ഉറക്കം മസ്റ്റാണ്. അവർക്ക് ഉറങ്ങിയാലാണ് അവരുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്ര ഉറങ്ങിയാൽ മതി, നിനക്ക് ഇത്ര ഉറങ്ങിയാൽ നീയും ഇത്ര ഉറങ്ങിയാൽ മതി എന്ന് പറയണതിൽ കാര്യമില്ല. നല്ല ഉറക്കം ലഭിക്കേണ്ട ചില ആൾക്കാരുണ്ട്. അതവരുടെ പ്രകൃതിവശാൽ നല്ല ഉറക്കം അവർക്ക് ആവശ്യമായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ അത്രയും നേരം തന്നെ ഉറങ്ങുക. എന്നാൽ തന്നെയാണ് അവരുടെയൊക്കെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നല്ല ഉറക്കം ലഭിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. താങ്ക് യു.